നമസ്കാരം ഗൈസ്, ആർജിയാണ് ഡബ്ല്യൂസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫ് വ്ലോഗാണ്. ശ്രുതി രാവിലത്തെ ഫസ്റ്റ് പോയി തുണിയൊക്കെ തോന്നുന്നു ഉണക്കാണ്ട് തോന്നി. കാരണം കുരങ്ങന്മാർ ഇറങ്ങി ഗൈസ് രാവിലെ ഇവിടെ. യുവമാരി ഡ്രസ്സൊക്കെ എടുത്ത് വലിച്ച് നശിപ്പിക്കും. രാവിലത്തെ എൻ്റെ ഫസ്റ്റ് കണി കുരങ്ങന്മാരാണ്. പിന്നെ തേങ്ങ കെട്ടാൻ ഞങ്ങൾ വന്നതാണ്. തേങ്ങ വേറൊരു കണിയാണ്. ദൈവമേ, എത്തിയാ മാവിലൊക്കെ എത്തിയാ? കുറച്ച് മാങ്ങയൊക്കെ പറിച്ചിട്ട് തരാൻ പോവാ. നല്ല മാങ്ങ നോക്കി ഇങ്ങോട്ട് പറിച്ചിടാൻ പറയും. നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ പോയോ കിട്ടിക്കുന്നത്. നിനക്കന്ന് മാങ്ങ കൊണ്ട് ഏറിയിട്ടേ. അതുപോലെ നീ ക്യാമറ എടുത്ത് ഓടി മാങ്ങ പോലെ പറഞ്ഞാൽ മാങ്ങ മേത്തോണ്ട് എന്നിട്ട് മാത്രമേ നമുക്കായില്ലേ. ആ, നമുക്ക് മാവ് നമ്മുടെ മാവ് ലേറ്റായിട്ട് എല്ലാം കായ്ക്കണത് ആണ് വേറെ പ്രശ്നം. അവന്മാർ നമ്മുടെ വീട്ടിനോട് എത്തിയിട്ടുണ്ട്. വീട്ടിലിറങ്ങിയാവും ശ്രുതി വീട്ടിൽ പോകും നോക്കുന്നത്. വീട്ടിലിറങ്ങി നോക്കിയേ അവിടെ ഫുള്ളും ഇളക്കി മറിച്ച് നിങ്ങൾ കാണുന്ന കേസാവും അടുത്തൊക്കെ കയറി പോയത്. അവിടെ നിന്ന് എല്ലാവരും ചാടി കളിക്കാണ്ട് തെങ്ങിക്കറി അതന്നെ ഉണങ്ങിയ അതല്ലേ തള്ളിയിട്. ആ അതെ, നമുക്ക് കയറാൻ വയ്യാത്തുണ്ട്. കയറി ഇട്ടടി. അവിടെ വിളിച്ചിട്ടുണ്ടാവും തേങ്ങ ഇട്ടത് പോകണുണ്ടോ. ഒരു സ്നേഹമില്ല അവന്. അതെ, ശ്രുതിന് എറിയാനാണെങ്കിൽ അവന് ഭയങ്കര സ്നേഹമാണ്. കഴിഞ്ഞ പ്രാവശ്യം എറിയാനൊക്കെ അമ്മയുടെ തല മാത്രം നോക്കി കൊടുക്കും. നമ്മള് പോയിരുന്ന കൈ തുടിച്ചിട്ടിരിക്കും. നീ വല്ലതും കൊടുക്കണം. എന്നാലേ അതൊക്കെ സ്നേഹത്തോട് നമ്മളത്ത് ഇടപഴകുള്ളൂ. ഇപ്പൊ വല്ലതും ഉണ്ടോ കൊടുക്കാനായിട്ട്? ആ, ശ്രുതി രാവിലത്തെ കുക്കിംഗ് പ്ലാൻ ചെയ്യാൻ വേണ്ടി പോണല്ലേ. പക്ഷെ സമയം 8:30 ശ്രുതി. സമയമില്ലല്ലോ. ആ 8:10 നമുക്കിപ്പോൾ കുക്ക് ചെയ്ത് വയ്ക്കാൻ സമയം ഉണ്ടാവില്ല. നമുക്ക് നേരത്തെ ഓടാനാണ്. കുരങ്ങന്മാരാണെങ്കിൽ പണിയാണ്. രാവിലത്തെ നമ്മുടെ ഫുഡിന് വേണ്ടി ശ്രുതി മാവൊക്കെ പാക്കറ്റ് പൊട്ടിച്ച് സെറ്റപ്പാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മാവ് വലിക്ക് ദോശ ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. ശ്രുതി ആ പണിയൊന്നും ചെയ്യട്ടെ. ഞാൻ അവയ്ക്ക് പല്ല് വെച്ചിട്ടില്ല. ഞാൻ പല്ല് വെക്കട്ടെ. രാവിലെ കുരങ്ങന്മാർ വന്ന് പാവന്മാർ നോക്കിയൊന്നും സമയം പോയി. 8:30 ബസ്സിന് പോകണ്ടായിരുന്നു. നമ്മൾ ഇപ്പം എല്ലാം ഗോപി അടിച്ച അവസ്ഥയിൽ പോയി. ഇനി പോയിട്ട് വല്ല റിട്ടേൺ ഓട്ടോറിക്ഷ കിട്ടിയാൽ അതിൽ കയറി പോകുന്ന പ്ലാനൊക്കെ ചെയ്യണം. അതല്ലെങ്കിൽ 10 മിനിറ്റ് ബസ് പിടിക്കണം. നോക്കാം. ആണ് ബസ് ഓട്ടോറിക്ഷ കിട്ടുന്നുണ്ടാവും. ആ ഓട്ടോറിക്ഷ കിട്ടും. അപ്പോൾ നമുക്ക് കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു. ബാക്കിയൊക്കെ നോക്കാം. എന്തായാലും ശ്രുതി എൻ്റെ കുക്കിങ്ങിൻ്റെ അടുത്ത് പ്രോസസ്സിൽ പോകണം. ഞാൻ പല്ലേക്കട്ടെ. അപ്പോൾ ശ്രുതി കുറച്ച് ഇടലും കുറച്ച് ദോശ ഉണ്ടാക്കുന്ന പ്ലാനൊക്കെയാണ്. എന്തോന്ന് അറിഞ്ഞില്ല. എന്താന്ന് നോക്കാം. നമുക്ക് രാവിലെ സമയമില്ല. ഹോസ്പിറ്റലിൽ പോകണമെന്ന് അതുകൊണ്ട് ഒരുമിച്ചിട്ടൊക്കെ ഫാസ്റ്റ് എടുത്തിരുന്ന് വെച്ചിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. രാവിലെ ശ്രുതി ഇത് ഇഡലിയുടെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ദോശ അപ്പുറത്തായിക്കൊണ്ടിരിക്കുകയാണ്. ഇഡലിയും ദോശയും ഫാസ്റ്റ് ഫുഡ് ആവും. രണ്ടും ആയിട്ട് വേണം ഇവിടെ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഓടാനായിട്ട്. ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇന്ന് രാവിലെ നേരത്തെ കഴിച്ചാണ്. പക്ഷേ എന്ത് ചെയ്യാനും അൺഫോർച്ചുനേറ്റ്ലി നടന്നില്ല. മെയിനായിട്ട് നടക്കാൻ പറ്റാൻ പോയത് നമ്മൾ രാവിലെ എണീറ്റത് സമയത്ത് നേരത്തെ എണീറ്റു. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുരങ്ങൻ്റെ കാര്യം കണ്ടപ്പോൾ അതിനെ പേടിച്ചാണ് നോക്കിക്കുന്നത്. കാരണം ഇവന്മാർ വീട്ടിലേക്ക് ഇറങ്ങി താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ പണിയാണ് നോക്കുന്നത്. അവരുടെ ഒരു താഴെ കൊടുക്കണം. ശ്രുതി ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾ ഇതെന്തോടെ തീറ്റ മാത്രമുള്ള പെട്ടെന്ന് പണി എടുക്കുമോ എന്താ നോക്കാം. എന്തായാലും ഇവിടുന്ന് ഇടയ്ക്കിട്ട് വേണം ശ്രുതിക്ക് അടുത്തതൊക്കെ വയ്ക്കാനായിട്ട്. അടുത്ത് വയ്ക്കണ്ടേ നീ? ഒരു തൊട്ട് വയ്ക്കണ്ടെന്താ എല്ലാം കൂടി അവിടെ ഒരു പ്ലേറ്റിലാക്കി വെച്ചേക്കുന്നുണ്ടാവും. ആ പ്ലേറ്റ് മറിയാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയായിരുന്നു. കാരണം അത് വെച്ചേക്കുന്ന രീതി വന്നിട്ട് നമ്മുടെ പുട്ടുകൊടുത്തിന്റെ മുകളിലാണ്. അത് നിന്റെ ശ്രദ്ധക്കുറവല്ല. ആ പിന്നെ ഈ ഓരോ സാധനം വെക്കുമ്പോൾ സൂക്ഷിച്ച് ചെയ്യാത്തതിന്റെ കുഴപ്പമില്ലാത്ത തേങ്ങ നിന്റെ അശ്രദ്ധയാണ്. പിന്നെ കരുനാക്കിട്ട് വാഴ വിളയ്ക്കുക. ഈ ആയിട്ട് ശ്രദ്ധിക്കാതെ ചെയ്തിട്ട് എന്നെ കൊണ്ട് കാര്യം. അത് താഴത്തെ വെച്ച് ആ പ്ലേറ്റിലിട്ടാൽ മതിയായിരുന്നു. മാവ് വെച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം എന്തായാലും മാവ് വെച്ച് ദോശ ഇഡലി അടുത്ത തട്ട് വെച്ചിട്ട് വെക്കട്ടെ. ഞാൻ ഈ പുളിച്ച ഭക്ഷണങ്ങളുടെ ആളാണ്. പുളിച്ച ഭക്ഷണത്തിന്റെ ആളല്ല.
എനിക്ക് പിടിച്ച ഭക്ഷണം ഇഷ്ടമല്ല ഗൈസ്. ഞാൻ നേരെ തിരിച്ചാണ്. ഇഡലി ദോശ എല്ലാം പുളിച്ച്. അപ്പം എനിക്കങ്ങനെ ഒരുപാട് പുളിക്കുന്ന ഇഷ്ടമല്ല. ആണ് വേറൊരു കാര്യം. നമ്മളൊക്കെ നേരെ തിരിച്ചാണ്. ശരിക്കും രാവിലെ പുളി ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ്. നല്ലതാണ്. എനിക്ക് ദോശ. അങ്ങനെ നിനക്ക് ദോശ ഉണ്ടാക്കണ്ട. ദോശ നാണും കഴിക്കാൻ പാടില്ല. അവൾക്ക് മാത്രമാണ് ദോശയാണ് ഉണ്ടാക്കുന്നത്. എന്നാലും ഒരു പാക്കറ്റ് മാവ് രാവിലെ തീരുമെന്ന് ഉറപ്പാണ്. അല്ല, ഒരു പാക്കറ്റ് മാവ് രാവിലെ ഒന്നും തീരുമെന്ന് ഉറപ്പാണ്. മാവ് കുറവാണ് ഒരു പാക്കറ്റ്. സാധാരണ അത്രയും കൂടെ ഉണ്ടാവാറുണ്ട്. വെള്ളം ഒഴിച്ചിട്ടില്ല ഇഡലിക്കായോണ്ട്. വെള്ളം ഒഴിച്ചിട്ടില്ല. പിന്നെ ഒരു ദിവസം കളഞ്ഞില്ല. പിന്നെ കുറയില്ല. കളഞ്ഞിട്ട് നന്നാക്കി വൃത്തിയാക്കി തുടച്ച് തിന്നാൻ നോക്കണം. ശ്രുതി ഇങ്ങനെയാണ് കുക്ക് ചെയ്യുമ്പോൾ തിന്നുകൊണ്ടിരിക്കും. രാവിലെ കുക്കിംഗ് ഒക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. തേങ്ങ കട്ടൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇഡലിയുണ്ട്, ദോശയുണ്ട്, ചമ്മന്തി നനയ്ക്കാൻ വേണ്ടി പോവാണ്. ചമ്മന്തി വെച്ച് കടു പൊട്ടിച്ച് ചമ്മന്തി പരിപാടി കഴിഞ്ഞു. തീറ്റാണ്ടോ ഗൈസ്, പകുതിയും വായിലാണ് തേങ്ങ പോയേക്കണം. തിന്നുവാണ് തേങ്ങ. ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി തേങ്ങ വെച്ചപ്പോൾ 3/4 ഭാഗം തേങ്ങയുടെ വായിലാണ് തേങ്ങ പോയത്. ഇതാണ് തേങ്ങയുടെ പ്രത്യേകത. എന്ത് സോ തേങ്ങ തീറ്റ. എടീ കടുകൂട്ടിക്ക വേണ്ട എണ്ണ വയ്ക്കണ്ട. കടുക് ടേസ്റ്റ് ഇല്ലാതെ എങ്ങനെയാണെന്ന് ചമ്മന്തി ആവുന്നത്. പഴങ്കഞ്ഞി എടുത്ത് വേറെ വല്ല പാത്രം കിട്ടി. അങ്ങനെ ചായയുടെ പരിപാടി കഴിഞ്ഞു. കടുകൂട്ടി നമുക്ക് പാത്രങ്ങളില്ല. വേറൊരു കാര്യം, ശ്രുതി തവിയിലാണ് കടുകൂട്ടിക്കാൻ പോകുന്നത്. നമുക്ക് ഇത്രയും രാവിലെ ഇത്രയും സമയത്ത് കറക്റ്റ് 9 മണിക്ക് മുമ്പായിട്ട് നമ്മൾ കറക്റ്റ് 9:01 കറക്റ്റ് 9 മണി ആയിട്ടുള്ളൂ. ദോശയുണ്ട്, ഇഡലിയുണ്ട്, സാമ്പാറുണ്ട്, ചട്നിയുണ്ട്. രണ്ടാൾക്കും ചായ, കട്ടൻ ചായ ഉണ്ട്. കട്ടൻ ചായ എനിക്ക് അത്ര നിർബന്ധമില്ല, പക്ഷേ എങ്കിലും ശ്രുതി ഉണ്ടാക്കിയിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ കഴിക്കട്ടെ. ശ്രുതി ഓൾറെഡി കഴിച്ച് പകുതി ആയതുകൊണ്ട് ഞാൻ പാസ്വേഡ് കഴിക്കട്ടെ. ഇനി എനിക്കുണ്ടാവില്ല, തേങ്ങ കഴിച്ച് വെക്കും, ഞാൻ കഴിക്കട്ടെ. തേങ്ങ അങ്ങനെയൊക്കെയാണ് ഗൈസ്. അങ്ങനെ ആദ്യം ഫൈനലി കഴിച്ചു തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഫൈനലി കഴിച്ചു തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. എങ്ങനെയുണ്ട്? പക്ഷെ ഒരു കോമഡി നടന്നു. ചമ്മന്തിക്ക് ഉപ്പിട്ടില്ല. ചമ്മന്തിക്ക് ഉപ്പിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചമ്മന്തിയുടെ സ്മെല്ല് അടിക്കണില്ല. ചമ്മന്തി അരച്ച് കടുക് പൊടിച്ച് എല്ലാം ചെയ്ത്, പക്ഷെ ചമ്മന്തിയുടെ സ്മെല്ലില്ല. അങ്ങനെ നിന്നപ്പോഴാണ് ഓർത്തപ്പോഴാണ് ഉപ്പില്ല. ഉപ്പിട്ട് ഇളക്കിയപ്പോഴത്തേക്ക് ആ സ്മെല്ല് വന്നു. അപ്പം ശരിക്കും കറിയുടെയൊക്കെ സീക്രട്ട് ഉപ്പിലുണ്ട്. ഉപ്പിട്ടപ്പോഴാണ് ആ സ്മെല്ല് വന്നത്. എങ്ങനെയുണ്ട് ഇപ്പോൾ? ഓക്കെയാണ്. അപ്പം എന്തായാലും ഞാനും കഴിക്കട്ടെ ഗൈസ്, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. നമ്മൾ രണ്ടാളും ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ശ്രുതി ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുക. ഞാൻ ഡ്രസ്സൊക്കെ മാറി. ഞാൻ അടുത്തത് നമ്മളെ പൊട്ടിയ ചെരുപ്പിന് പിൻസൂചി തൊട്ടെ ഇന്ന് സേഫ്റ്റി പിൻ കുത്തിയിട്ട് വേണം നമുക്ക് പെട്ടെന്ന് പോകാനായിട്ട്. വലിയ ഉറപ്പായിട്ടും ചെരുപ്പില്ലാതെ നടക്കേണ്ടി വരും. നമ്മൾ സേഫ്റ്റി പിൻ കുത്തിയിട്ട് പോവാം. ചെരുപ്പില്ല, നമ്മൾ കുത്തിയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പോണേക്ക് വേറെ ചെരുപ്പ് പോലെ വാങ്ങാം. പൈസ റെഡി ആവണമെങ്കിൽ നമുക്ക് വാങ്ങാമല്ലോ. നോക്കാം. ഡൈമ ലൈഫിൽ നമ്മൾ ഇന്നത്തെ ദിവസം ട്രാവൽ തുടങ്ങി. നമ്മളിന്ന് യാത്ര ഇറങ്ങി. നമുക്കിന്ന് ആദ്യം പോകേണ്ടത് മെയിനായിട്ടും ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൽ പോകണം. രണ്ടാളെയും ഹോസ്പിറ്റലിൽ കാണിക്കണം. എനിക്കും കാണിക്കണം ഹോസ്പിറ്റൽ, ശ്രുതിനെ കാണിക്കണം ഹോസ്പിറ്റലിൽ. അപ്പോൾ രണ്ടുപേരും ഹോസ്പിറ്റലിൽ കാണിക്കാം. പോയി കാണിച്ചിട്ട് ശരിയാവില്ല. ശ്രുതിയുടെ കൈയുടെ കാര്യം ശരിയാക്കി എടുക്കണം. ശ്രുതിക്ക് കൈക്ക് നല്ല പെയിൻ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പം ഒന്ന് പോയി നോക്കണം. എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് അറിഞ്ഞൂടെ, പോയി നോക്കട്ടെ. ശ്രുതി ബാക്കിലൂടെ കഥയും പറഞ്ഞ് നിൽപ്പായിരുന്നു. ഞാൻ നടക്കട്ടെ, കാരണം ശ്രുതി ഫാസ്റ്റ് നടക്കും. എനിക്ക് ചെരുപ്പിൽ നമ്മൾ പിൻസൂചി കുത്തിക്കുന്നുണ്ട്. ഞാൻ അത്ര സ്റ്റോവിൽ നടക്കുന്നത് കൊണ്ട് ഞാൻ പതുക്കെ പോകുന്നു. അവിടെ നിന്ന് കഥ പറഞ്ഞുകൊണ്ടിരുന്നാലേ അവൾ ആദ്യം ഓടിക്കളയും. ഞാൻ ഫാസ്റ്റായിട്ട് നടക്കാൻ പറ്റാതെ അവസാനം പെട്ടു പോകുന്നുണ്ട്. ഞാൻ നിൽക്കാതെ പോകുന്നു. ശ്രുതി വന്നോളൂ, കുഴപ്പമില്ല. നടന്ന് ആറ്റിൻ്റെ സ്ഥലത്തി ശ്രുതിയുടെ ഫ്രണ്ടിൽ പോണ്. എന്നെ വെട്ടിച്ച് ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെ വെച്ച് ശ്രുതി കഥ പറഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് ആയതായിരുന്നു. ഇപ്പോൾ വീണ്ടും ഞാൻ സെക്കൻഡായി. ശ്രുതി ആമയും മുയലും ഓട്ടോമത്സരം പോലെയാണ് ശ്രുതിയുടെ അവസ്ഥ. ഞാൻ പതുക്കെ എനിക്കും പറ്റുന്നത്. ശ്രുതി എന്നെ വിട്ടൊരു ഭയങ്കര ഫാസ്റ്റായിട്ട് പോകും. വേറെ പ്രശ്നം. ശ്രുതിൻ്റെ അവിടെ ഫ്രണ്ടിൽ നടന്നുകൊണ്ടിരിക്കുക. ആറ്റിൻ്റെ സൈഡിൽ നാട്ടിൽ വെള്ളമൊന്നുമില്ല. 6 തോടായ അവസ്ഥയാണ്. എങ്കിലും കുഴപ്പമില്ല.
നമുക്ക് ഫാസ്റ്റ് ആയിട്ട് പോകണം. ഇന്ന് ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ നടന്നുകൂടാ, ആ ഒരു ടെൻഷനുണ്ട്. മെഡിസിൻ ഒന്ന് പുറത്ത് തരാതിരിക്കട്ടെ, ബാക്കിയൊക്കെ ഒന്നിച്ച് കാണാം, അതാണ് പ്രതീക്ഷ. പെട്ടെന്ന് പോവാം. നമ്മൾ ഓടിപ്പിടിച്ച് ഫാസ്റ്റ് വരുമ്പോൾ ബസ് ലേറ്റായിട്ട് വരും. ഇന്ന് ബസ് ലേറ്റാണോ സമയത്താണോ അറിഞ്ഞൂടാ, പോയി നോക്കട്ടെ. ബസ് വന്നോന്ന് അറിഞ്ഞൂടാ. ശരിക്കും ഇവിടെ നിന്ന് കാണാൻ പറ്റും എന്നൊക്കെ പറയണം. ചില സമയത്ത് കാണാൻ പറ്റാറുണ്ട്, പക്ഷെ എപ്പോഴും കാണാൻ പറ്റാറില്ല. ശ്രുതിയെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ശരി കൈസ്, വരുത്തി കാണാം. ഇത് വന്ന് കിടപ്പുണ്ട് കൈസ്. അങ്ങോട്ട് ബസ്സിൽ കയറാം. കാലിൽ സേഫ്റ്റി പിന്ന് കുത്തിയിട്ട് കാല് നല്ല വേദന എടുക്കുന്നുണ്ട്. ആണ് വേറെ സീൻ. എന്നാലും പുറത്ത് നടക്കാം. ഇതിൽ ചെരുപ്പിൽ നമ്മൾ ടൗണൊക്കെ പോകണമല്ലേ, ഹോസ്പിറ്റലൊക്കെ പോകണമല്ലേ, ചെരുപ്പിട്ട് നടക്കാൻ വെച്ചിട്ടാണ് ചെരുപ്പിട്ട് നടക്കുന്നത്. പക്ഷേ സേഫ്റ്റി കുത്തിയിട്ട് പണിയാണ്, നല്ല വേദനയുണ്ട്. ബസ്സിൽ നിന്ന് ഇറങ്ങിയ ശ്രുതിയുടെ ഫ്രണ്ട് നടക്കുന്നുണ്ട്. നമുക്ക് അവിടെ ബാങ്കിൽ പോയിട്ട് നമ്മുടെ പെൻഷൻ എടുക്കണം, കാരണം എനിക്ക് ചെരുപ്പൊക്കെ വാങ്ങണ്ടേ. അപ്പോൾ അതൊരു സീനാണ്. ഞാൻ സൺഗ്ലാസൊക്കെ വെച്ച് നടക്കുമ്പോഴാണ്, അത്ര വലിയ വിലക്കൂടി സൺഗ്ലാസ് ഒന്നുമില്ലെങ്കിലും വീട്ടിലെടുത്ത് നിൽക്കല്ലേ, പഴയ സൺഗ്ലാസ്സാണ്. അപ്പോൾ ഒരു കുറേ വർഷത്തിന് ശേഷം വീട്ടിൽ സൺഗ്ലാസ് വെച്ച് ഞാൻ റോഡിൽ കൂടെ നടക്കുകയാണ്. ഞാൻ പണ്ട് സ്ഥിരമായിട്ട് വെച്ച് നടന്നുകൊണ്ടിട്ടാണ്. അതെ, നമ്മുടെ ചന്ദ്ര ജംഗ്ഷൻ എത്തി. ഇനി പതുക്കെ നമുക്ക് നടന്ന് ബസ് സ്റ്റാൻഡിൽ ഹോസ്പിറ്റലിൽ പോകണം. ഓ അതെ, ബസ് സ്റ്റാൻഡിൽ പതുക്കെ പോവാം. ഇഷ്ടപ്പെടുന്ന പരിപാടി നഗരസഭ. ഓ മാഹർല സമ്മേളനം നടക്കാൻ വേണ്ടി പോകണം. അതിനാണ് മന്ത്രിമാരൊക്കെ വേണ്ടത്, അതിന് വേണ്ടിയാണ് സൈഡ് പോവാം. മന്ത്രിമാരൊക്കെ ഉണ്ട്, അതിന് വേണ്ടിയാണ് അവന്മാർ മാഹർല വണ്ടി ഒഴിവാക്കിയത്. അപ്പം മന്ത്രിമാർ വരുന്നില്ലേ, മന്ത്രിമാർ വരാൻ വേണ്ടിയാണ് റോഡ് സൈഡിൽ ഇതൊക്കെ ഒഴിവാക്കിയത് കേട്ടോ, മാർക്കറ്റ് ക്ലീൻ ആക്കിയത്. ഹോസ്പിറ്റലിൽ കട്ട പോസ്റ്റ് ചെയ്യണം. അവിടെ ഇരിപ്പുണ്ടാണ്, ഞാൻ അവിടെ നിൽപ്പാണ്. ബ്ലഡ് ടെസ്റ്റിന് റിസൾട്ട് വാങ്ങണം, അപ്പം അതിനോട് വെയിറ്റിംഗ് ആണ്. അത് വാങ്ങിച്ചിട്ടാണ് ഡോക്ടറെ കാണിച്ചിട്ടാണ് വീട്ടിൽ പോകാനായിട്ട്. അതിനൊക്കെ ശ്രുതിക്ക് ലുലുമാളിൽ പോകണം ആയത്, പക്ഷേ സമയത്ത് പോയി ശരിയാവില്ല. അപ്പോൾ ഉച്ചയ്ക്ക് 2:50 2 മണി കഴിഞ്ഞു. ഈ സമയത്ത് ഇനി ഇവിടെ നിന്നിട്ട് പോയി തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റില്ല. അതുപോലെ തേങ്ങ മനസ്സിലാവില്ല, തേങ്ങ ഭയങ്കരമായിട്ട് വാശിയാണ്. ലുലുമാളിൽ പോകുന്നുണ്ട്. ഇവിടെ ഹെഡ്ഫോണിൽ ആരും കൂടി കളഞ്ഞിട്ട് പണ്ട് കാര്യമില്ല, ഹെഡ്ഫോൺ കൂടി കളഞ്ഞു ഗൈസ്. ഫൈനൽ ഗൈസ് നമ്മൾ തിരിച്ച് നമ്മുടെ പറ്റിക്കുഴി താഴെ എത്തി. അവർക്ക് ലുലു പോകണമെന്ന് ആഗ്രഹം, പിന്നെ ഇനിയിപ്പോൾ വേറെ സംഭവമാണ്. സംഭവം ഗൈസ്, എനിക്ക് ചെരുപ്പവും കാശില്ല, ഉള്ള പൈസയൊക്കെ മെഡിക്കൽ ഹോസ്പിറ്റലിൽ തീർന്ന്, പിന്നെ ബാക്കി മെഡിസിൻ പുറത്തുനിന്ന് വാങ്ങിച്ച് എല്ലാം തീർന്നു. പിന്നെ അങ്ങനെ ഇനിയിപ്പോൾ നാളെ എനിക്ക് ശ്രുതിക്ക് ഹോസ്പിറ്റലിൽ പോകണം. നാളെ കൊണ്ട് ഓർത്തേ കാണിക്കണം, എക്സ്റേ ഒക്കെ എടുത്തിട്ടുണ്ട്, നാളെ കൊണ്ട് കാണിക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് നമുക്ക് വേറെ പൈസ ചിലവാക്കാനില്ല. അപ്പോൾ ഞാൻ ശ്രുതിക്ക് ലുലു പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ആ ആഗ്രഹം നമ്മൾ ക്യാൻസൽ ചെയ്തു. ഞാൻ പറഞ്ഞു പൈസ ഇപ്പോൾ വേറെ ദിവസം കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകണം. നമ്മൾ ആറ്റിൻ്റെ കാര്യം എത്തി. തേങ്ങ ബ്ലോഗ് എടുത്തു പതുക്കെ നീ വീട്ടിൽ പോകണം. നീ വീട്ടിൽ പോയിട്ട് വേണം നമുക്ക് അലക്കി കുളിയും. നീ പോയിട്ട് അലക്കി കുളിയും ബൈക്ക് വെച്ചിട്ടുണ്ടത്. അപ്പോൾ പോവാം. നടന്ന് നമ്മുടെ സ്വർഗത്തിലെ മലയിലെത്തി. നേരെ പോണത് നമ്മുടെ വീട്ടിലേക്ക്. അങ്ങോട്ടൊക്കെ പോകേണ്ടത് ഡേമ ലൈഫിൽ അടുത്ത വീട് നമ്മൾ കുളിക്കാൻ വേണ്ടി പോലെ, അലക്കി കുളിക്കാൻ വേണ്ടി പോലെ. നമ്മുടെ യാത്ര കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. ഇനി പോയിട്ട് അലക്കി കുളിച്ച് ഫ്രഷ് ആവുകയാണ് അടുത്ത പരിപാടി. ആ പരിപാടി കഴിഞ്ഞു ബാക്കി എന്ത് പരിപാടി ഒരു തേങ്ങ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഈവനിങ് വാക്ക് നടക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഇവിടെ ബക്കറ്റിൽ വെള്ളം കാലിക്കൊണ്ടിരിക്കുകയാണ്. ബക്കറ്റിൽ വെള്ളമൊക്കെ കുപ്പിയിൽ നിന്ന് വെച്ചിട്ട് ബക്കറ്റ് എടുക്കാനുള്ള പ്ലാനാണ്. ഞാൻ ബക്കറ്റ് കയറ്റി ചാവും തേങ്ങ, അതിനുള്ള പ്ലാൻ ചെയ്യണം. നടക്കട്ടെ, കുഴപ്പമില്ല. എന്നാൽ 2 കുപ്പി 3 കുപ്പി 2 കുപ്പി എടുക്കാൻ ഉണ്ടാവും തേങ്ങയ്ക്ക്. ആ കുപ്പി തേങ്ങ എടുത്തോളും. നമുക്ക് പോവാം. ബാക്കിയുള്ള കപ്പിത്തൊന്ന് വെച്ചോ, വന്നിട്ട് കാല് ചെയ്യാൻ ആവശ്യം വരും. നമ്മൾ ഈവനിങ് വാക്ക് നടക്കാൻ വേണ്ടി പോകുന്ന മുമ്പോട്ട് കുളിച്ചിട്ട് പോകാൻ കഴിച്ച് കുളിക്കാൻ വേണ്ടി ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഈ 2 കുപ്പി തേങ്ങ നിറച്ചെടുക്കണം. അത് കുടിക്കാനുള്ള വെക്കണം. ഇത് കുടിവെള്ളത്തിന് കുപ്പിയാണ്. അപ്പോൾ ആ വെള്ളം തേങ്ങ നിറച്ചെടുക്കണം കുപ്പിയിൽ. ബക്കറ്റ് ഞാൻ അയച്ചണം, എനിക്ക് വയ്യ ശരിക്കും പറഞ്ഞാൽ. വെള്ളം ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വെള്ളം എടുക്കുക പരിപാടി. ആ പരിപാടിക്ക് ഒരു ശമനം കിട്ടി രക്ഷപ്പെട്ടു നമ്മൾ. എൻ്റെ ശ്രുതി ഈ കിണറ് വൃത്തിയാക്കി ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ എന്തിനാ കേസ് 19,000 ചിലവുണ്ട്. അത്രയും വലിയ പൈസ മടുത്തില്ല. പഞ്ചായത്തിലൊക്കെ അപേക്ഷിച്ച് മടുത്ത് ശരിക്കും പറഞ്ഞാൽ ഇവർ സഹായിക്കുന്നില്ല.
പഞ്ചായത്തൊക്കെ വെറുതെയാണ്, എല്ലാം പറിച്ച് മാത്രമേ ഹെൽപ്പൊന്നും ചെയ്യൂല. അതുപോലെ ചിക്കൻ താഴെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് വിരിച്ചിടുന്ന തുണിയാണ്. ഇപ്പോഴാണ് വിരിച്ചിട്ടുണ്ട് തേങ്ങയ്ക്ക് ബോധമില്ല. ഇത് വിരിച്ചിട്ടുണ്ടെങ്കിൽ വൃത്തിക്ക് ഉണങ്ങി ഇപ്പോൾ എടുക്കായിരുന്നു. ഇനിയിപ്പോൾ പണ്ട് കാര്യമില്ല. വാ പോവാം. കണ്ടോ ഗൈസ്, ഇവിടെ എനിക്ക് വേണ്ടി ബ്ലഡ് കൗണ്ട് കൂടാൻ വേണ്ടി ഓറഞ്ച് വാങ്ങിച്ചിട്ട് ഒറ്റയ്ക്കും തിന്നാണ്. വാ 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 വാ. ആ കുപ്പി നിറഞ്ഞാ? അപ്പോൾ അതിൽ കുടിച്ചിട്ട് ഗൈസ്, അതിൽ കുടിച്ചിട്ട് വന്നിട്ട് വേണം നമുക്ക് ഈവനിങ് വാക്കിന് പോകട്ടെ. നമ്മൾ മെയിനായിട്ടുള്ള ഒരു ഈവനിങ് വാക്ക്. ഇന്നലെ ഈവനിങ് വാക്കിന് പോകാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ഡേ മൈ ലൈഫ് എടുത്തപ്പോൾ ഈവനിങ് വാക്കിന് പോകാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ ഡേ മൈ ലൈഫിൽ നമ്മൾ ഈവനിങ് വാക്കിനൊക്കെ പോകുന്നുണ്ട്. താഴെ പരുത്തിക്കുഴി കൂടെയല്ല, മഴയുടെ മുകളിൽ കൂടെ പോകുന്നത്. മഴയുടെ മുകളിൽ കൂടെ നമ്മൾ റോഡ് നമ്മുടെ മെയിനായിട്ടുള്ള റോഡിൽ കൂടെ നമ്മൾ പോകുന്നത്. അതിൽ കൂടെ പോകുമ്പോൾ തിരിച്ച് വന്നതായിരിക്കും ഈവനിങ് വാക്കിന്. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത പരിപാടി. ഫസ്റ്റ് കുളിക്കണം. എന്ത് എനിക്ക് ഓറഞ്ച് തരാണ്. പോയപ്പോൾ ആശുപത്രി പോയപ്പോൾ എനിക്ക് ബ്ലഡ് കൗണ്ട് കൂടിയപ്പോൾ കുറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഫ്രൂട്ട്സിന് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി പോയപ്പോൾ അവിടെ വില കുറഞ്ഞ ആപ്പിൾ ഓറഞ്ച് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒടുക്കത്ത് വരെയാണ്. ആപ്പിളിനൊക്കെ ആപ്പിളിന് 240 രൂപ. ഓറഞ്ച് 60 രൂപ. അതിൻ്റെ വില കൂടെ ഓറഞ്ചായിരുന്നു. അവിടെ നമ്മൾ ഓറഞ്ച് വാങ്ങിട്ട് വന്നു. അങ്ങനെ നമ്മൾ താഴെ കുടിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. താഴെ ആരുമില്ലല്ലോ. നമുക്ക് മഴയുടെ മുകളിൽ കൂടെ നടക്കാൻ വേണ്ടി പോകുന്നത് ഇതിൽ കൂടെയാണ്. നമ്മൾ ഇതിൽ കൂടെ നടന്ന് താഴത്തിറങ്ങിയിട്ട് നമ്മൾ കുടിക്കുന്ന സ്ഥലം എല്ലാവരും ചോദിച്ചു എവിടെയാണ്. ഞാൻ കാണിച്ചില്ല ഗൈസ്. കുറേ ആളോട് ചോദിച്ചിട്ടുള്ള കാര്യം ഞാൻ പല ബ്ലോഗിലും കാണിച്ചിട്ടുണ്ട്. എന്നാലും വീണ്ടും ചോദ്യം വരുന്നതിൻ്റെ പേരാണ് നമ്മൾ വീണ്ടും പറയണത്. ബ്ലോഗ് കാണാത്തവരാണ് മെന്നിട്ടതൊക്കെ ചോദിക്കുന്നത്. ബ്ലോഗ് സ്ഥിരമായിട്ട് കാണുന്നവർ ചോദിക്കും എന്ന് തോന്നുന്നില്ല അല്ലേ തേങ്ങ? ബ്ലോഗ് കാണാത്തവരാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും കാണിച്ചു തരാം. അവിടെ താഴെ നിങ്ങളൊരു സ്ലാബ് കാണുന്നുണ്ടോ? ആ സ്ലാബ് ആ റബ്ബർ പാല് ഷീറ്റ് അടിക്കുന്ന മെഷീനൊക്കെ ഇരിക്കുന്ന ആ ഷെഡിൻ്റെ വേസ്റ്റ് വെള്ളം, റബ്ബർ പാലടിക്കും വേസ്റ്റ് അടിക്കുമ്പോൾ വെള്ളം പോകില്ല. വേസ്റ്റ് വെള്ളം പോകുന്നൊരു ടാങ്ക് അവിടെ ഉണ്ട്. ആ ടാങ്കിൻ്റെ ഒരു സേഫ്റ്റി ടാങ്ക് പോലത്തെ ടാങ്ക്. ആ ടാങ്കിൻ്റെ സ്ലാബാണ് നമ്മുടെ ബാത്റൂം, നമ്മുടെ കുളിമുറി. നമ്മൾ അവിടെ നിന്നിട്ട് ഓപ്പണായിട്ട് തന്നെ അലക്കി കുടിക്കുന്നത് ചെയ്യണത്. ഇന്ന് അലക്കുന്നില്ല, ഇത് കുളി മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ ഡ്രസ്സൊക്കെ ഓൾറെഡി ഉണങ്ങാത്ത ഡ്രസ്സാണ്. ഇപ്പോൾ വീണ്ടും അലക്കി കഴിഞ്ഞാൽ ഉണക്കാടാൻ ശരിക്കും നമുക്ക് സ്ഥലമില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് അലക്കുന്നില്ല, നാളെ അലക്കുന്നുള്ളൂ. നമ്മൾ 1.5 വലിയ 2 ദിവസം കൂടുമ്പോൾ ഡ്രസ്സ് അലക്കണത്. എന്തായാലും നമുക്ക് പോവാം. ഇത് ആ സ്ലാബിലാണ് നമ്മൾ ഓപ്പണായിട്ട് കുടിക്കുന്നത്. ഇവിടെ നിന്നിട്ടാണ് നമ്മൾ കുടിക്കുന്നത്. ഞാൻ കുടിക്കുമ്പോൾ ശ്രുതി എല്ലാവർക്കും കാവൽ വെക്കും. ശ്രുതി കുടിക്കുമ്പോൾ ഞാൻ കാവൽ നിൽക്കും. അങ്ങനെ നമ്മളിവിടെ കുടിക്കുന്നത്. ഇവിടെ കൂടുന്ന് കുടിച്ചിട്ട് നമുക്ക് വെള്ളം ബക്കറ്റ് എടുത്ത് മൂടി പോകാം. ഈ വെള്ളം ഞാൻ എടുക്കാനായിരിക്കും ചെയ്യുന്നത്. ഞാൻ എന്നെ കൊണ്ട് എടുപ്പിക്കാണ് ശ്രുതി ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അടുക്കളയൊക്കെ ശ്രുതി പണിയെടുക്കുമ്പോൾ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത് വിചാരിക്കരുത്. ഈ വെള്ളം കൊണ്ട് കൊടുക്കുകയൊക്കെ ഞാനാണ് ചെയ്യണത്. ഇത്രയും വലിയ ബക്കറ്റിൽ വെള്ളം വേണ്ടി മല മുകളിൽ കൂടെ പോകുന്നത് ഞാനാണ്. മല മുകളിൽ വരെ പോയി വീട്ടിൽ എത്തിക്കുന്നത് ഞാനാണ്. അപ്പോൾ ചടങ്ങ് ഒരിടമൊക്കെ ഒരു ടാസ്ക് പിടിച്ച് വരും. നമുക്ക് അതിനെ അതേക്കുറിച്ച് ബാക്കി വിഷയം പറയാം. വെള്ളമൊക്കെ എടുത്ത് തളർന്ന് നിൽക്കുകയാണ്. വാ, നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് കേസിന് നേരെ വീട്ടിൽ പോകാൻ ഡ്രസ്സ് മാറുക. ഞാൻ ഓൾറെഡി നൈറ്റിയാണ് ഇട്ടത്. ഇനി നേരെ ഇവിടെ നിന്ന് നടക്കാൻ വേണ്ടി പോവാം. നമ്മൾ അലക്കി കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞങ്ങളെ കൂടി നടക്കാൻ വേണ്ടി പോവാണ്. ഈവനിങ് വാക്കിന് പോവാണ്. നമുക്ക് അതൊക്കെ പോവാം. ഒരു ഇവിടെ ഹാർഡിൽ നമുക്ക് വീട്ടിൽ അടഞ്ഞിരുന്ന ഷോകാണ് ഗൈസ്. അപ്പോൾ ഒന്ന് മനുഷ്യരെ കാണാനും പിന്നെ ഒന്ന് റോഡൊക്കെ കാണാൻ വേണ്ടി ഒരു വണ്ടിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ നടക്കാൻ മെയിൻ ഉദ്ദേശം അതൊക്കെയാണ്. എക്സസൈസ് വേണ്ടി ഒന്നുമില്ല. എക്സസൈസിന് വേണ്ടിയാണെങ്കിൽ മല അങ്ങോട്ട് താഴത്ത് ഇറങ്ങി മുകളിൽ കയറി താഴത്തിറങ്ങി മുകളിൽ കയറിയാൽ മതി. ഒരു 100 പ്രാവശ്യം കയറി കഴിഞ്ഞാൽ ആണ് അതൊക്കെ ഇറങ്ങി അങ്ങറ്റം ഓടിയിട്ട് തിരിച്ചങ്ങോട്ട് മുകളിൽ കൂടി തിരിച്ചിറങ്ങിയാൽ മതി. അപ്പോൾ ശരിക്കും നമ്മൾ അതിനുണ്ടില്ല. നമ്മൾ പക്ഷേ നടക്കാൻ വേണ്ടി പോകുന്നത് 4 മനുഷ്യരെ കാണാൻ വേണ്ടി. ചായപ്പൊടി എടുത്താൽ 4 മനുഷ്യരെ കാണാൻ വേണ്ടിയാണ്. നമുക്ക് ചായപ്പൊടി ആവശ്യത്തിൽ വീട്ടിലുണ്ട്. അപ്പോൾ ഒരു പാക്കറ്റ് അവിടെ മുകളിൽ അച്ചുകൊണ്ട് ചേച്ചി കൊടുക്കാൻ വേണ്ടിയാണ്. എനിക്ക് സെയിം പ്രായമാണ്. ശ്രുതിക്ക് ചേച്ചിയാണ് കൂടാതെ അല്ലേ? ശ്രുതിക്ക് 2 വയസ്സിന് മുമ്പാണ്. അപ്പം എൻ്റെ സെയിം പ്രായമാണ്. അതുകൊണ്ട് ശ്രുതിയുടെ ചേച്ചി, ഭാഗ്യയുടെ ചേച്ചി ഒന്നുമല്ല, ഫ്രണ്ടാണ്. അപ്പോൾ കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവരൊക്കെ ഫുൾ ടൈം ചായ കുടിക്കും. നമ്മളങ്ങനെ ചായ കുടിക്കും. വല്ലപ്പോഴും കുടിച്ച അവസ്ഥയാണ്. അതുകൊണ്ട് വീട്ടിലിരുന്ന് കേടായി പോകണ്ട. അത് കൊടുക്കാൻ വേണ്ടി പോവാണ്. ശ്രുതിയാണ് എന്നെ ബാക്കിൽ ഉപദ്രവിച്ച് വരികയാണ്. എടി അടങ്ങിയിരിക്കും ബാക്കിൽ അങ്ങനെ വിളിച്ച് പിച്ചാണ്, അടിക്കുകയാണ് പുറത്തൊക്കെ. ഇപ്പോഴേ കതച്ച്
ചിക്കൻ ബോക്സ് ആയിരിക്കും എനിക്ക് ഇനി അതിൻ്റെ കൂടെ കുറവുള്ളൂ. വാ, എല്ലാ ബോക്സും ആയി, ഇനി ചിക്കൻ ബോക്സ് കൂടെ ഇല്ലാത്തുള്ളൂ. നമ്മൾ ഈവനിങ് വാക്കിന് പോകുമ്പോൾ എത്ര ടാസ്ക്കാണ് ശരിക്കും ഈ മല കയറ്റം. തിരിച്ചു പോകുമ്പോൾ കുഴപ്പമില്ല, തിരിച്ചു പോകുമ്പോൾ കുഴപ്പമുണ്ട്. താഴെ റോഡിൽ നിന്ന് മല കയറണം പ്ലസ് നമുക്ക് എങ്ങനെയാണ് മല കയറ്റണം, എന്നാലും കുഴപ്പമില്ല. 4 മനുഷ്യർ, അതാണ് 4 മനുഷ്യരെ കാണുമ്പോൾ അതാണ്. അതുകൊണ്ട് 4 മനുഷ്യരെ കാണാമല്ലോ, അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ടാസ്ക്. ചെരുപ്പിൽ കാലിൽ ആന വന്നിട്ട് സേഫ്റ്റി മുതലും കാലത്ത് സേഫ്റ്റി പിന്നെ ശ്രുതി വൃത്തിയാക്കി. അത് പശുവിന് വേണ്ടി വെട്ട് കാണാൻ കുഴപ്പമില്ല, നല്ലതാണല്ലേ, തെളിച്ച് വൃത്തിയായി. അതുപോലെ ഫുള്ളും വെട്ടായിട്ട് വിടാവും. ഞാൻ ശ്രുതിക്ക് തുടരിപ്പഴം പഠിക്കണം. അതാണ് ശ്രുതിയുടെ നിന്നത്തെ മീൻ പരിപാടി. നമുക്ക് പക്ഷെ നോക്കാം. നമുക്കിന്ന് ഫാസ്റ്റോടെ പോയി താഴെ പിടിക്കണം വെച്ചു. ചെരുപ്പ് പൊട്ടിച്ചിട്ട് പതുക്കെ വരാനുള്ളതാണ്, സമയം കളയാനില്ല. ചെരുപ്പ് പൊട്ടിച്ചിടാൻ പറ്റില്ല, ഒരു 5 മിനിറ്റ് ഇരിക്കണം, ഊതി ഉണക്കി സെറ്റാക്കി എടുക്കണം. നടന്ന് പുതിയ വീടിൻ്റെ അടുത്തെത്തി. ആ വീട് കാട്ടിക്കത് അത് ഞാൻ വാങ്ങും. ഇവിടെ നിന്ന് വ്യൂ അടിപൊളിയാണ് ഗൈസ്, പൊടി ഞാൻ റീൽ ആടിയിട്ടൂടെ. നമ്മൾ നടന്ന് മനുഷ്യരുള്ള സ്ഥലത്ത് നമുക്ക് നടന്നിട്ട് നമ്മൾ നടന്ന് പകുതി എത്തിയിട്ടില്ല, ഇനിയും കുറേ പോകണ്ട്. താഴെ തന്നിട്ട് നമ്മൾ താഴെ മെയിൻ റോഡ് വരെ നടന്നിട്ട് ബസ് റൂട്ടുള്ള മെയിൻ റോഡ് വരെ നടന്നിട്ട് തിരിച്ചു വിടുള്ളൂ. നമുക്ക് എന്തായാലും പോയിട്ട് നമുക്ക് അവിടെ നമുക്ക് ബസ് സ്റ്റോപ്പിൽ മറ്റേ പോസ്റ്റ് ഇട്ടുണ്ട് ഇരിക്കാനായിട്ട്. നമ്മൾ പോസ്റ്റിലിരുന്ന് നമ്മൾ ചെരുപ്പൊക്കെ ഒട്ടിച്ചിട്ട് പതുക്കെ വിടുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി പോണത്. അതൊക്കെ പോയിട്ട് ഇപ്പോഴേ തളർന്നു, അതുപോലെ കാര്യം, അതാണ് സത്യം. ചേട്ടാ നമുക്ക് ആദ്യം വലിയ കമ്പിയുള്ള നെറ്റ് നോക്കാം. അതിന് ശേഷം ഇതുപോലെ ചെറുതും കൂടെ അടിച്ചു വെക്കാം. നമുക്ക് പറഞ്ഞാൽ പാമ്പൊന്നും കയറില്ല. കാരണം കട്ടില സൈഡ് ഇടുമ്പോഴേ എന്തെങ്കിലും കയറില്ലെന്ന് ഉറപ്പുവരുത്തണമല്ലോ, എന്തെങ്കിലും നമുക്ക് പണിയാവും, അവിടെ കിടക്കാൻ പറ്റില്ല. ആ മൂലയ്ക്ക് നീയാണ് കിടക്കുന്നത്, അപ്പോൾ സൂക്ഷിക്കേണ്ടതാണ്. അകത്ത് എന്തായാലും മുണ്ടുണ്ട്, പക്ഷെ മുണ്ട് നമുക്ക് ഇതാക്കി വെക്കണം. മുണ്ട് പുതിയ മുണ്ട് അടിക്കാനാ? ഏത്? അപ്പോൾ വീണ്ടും മുണ്ട് വാങ്ങണം. കൊള്ളാം. ആലോചിക്കാം നടക്ക്. അതിന് മാത്രം വലിയ ഗ്യാപ്പൊന്നും ഇല്ലല്ലോ. ആയിക്കോട്ടെ. അപ്പോൾ പാമ്പൊക്കെ വരാൻ നോക്കണം. നമ്മൾ ത്രോത്തോണം. വീട്ടിനകത്ത് പാമ്പിൻ്റെ കാര്യമാണ് ശ്രുതി പറഞ്ഞത്. ഹോളുള്ള സ്ഥലത്തൊക്കെ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ പാമ്പ് വരും എന്നാണ് പറയണത്. ശരിയാണ്. നമുക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് വരുന്നുണ്ട് അല്ലേ ശ്രുതി? അതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയൊരു വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. അത് കാണിച്ചു തരും. നമ്മൾ പറഞ്ഞ ചേച്ചി വരുന്നത്, ആ ചേച്ചി ക്ലാസ് കഴിഞ്ഞാണ് വർക്ക് ചെയ്യാൻ വരുന്നത്. നേരത്തെ ക്ലാസ്സിനോട്ട് വരുവാണ്. പഠിക്കാൻ വേണ്ടി പോകുന്നതാണ്. ആ ചേച്ചിക്ക് കൊടുക്കാണ് ചായ പൊടി എടുത്തേക്കുന്നത്. അതിപ്പോൾ ചേച്ചി കൊടുക്കും. അത് നടന്നു പോകും. നടന്ന് താഴത്തേക്ക് കൊടുക്ക പോയിട്ട് നടന്നിട്ട് വരാം. ഇതാണ് നമ്മുടെ അയൽവാസി ചേച്ചി കൈസ്. ആ അയൽവാസിയെ കണ്ട് നമ്മൾ പതുക്കെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് താഴെ പോയിട്ട് വേണം ചെരുപ്പ് പൊട്ടിക്കാനായിട്ട്. അത് മെയിൻ റെഡി. മധുരമുള്ള മിച്ചർ വാങ്ങിയിട്ട് അത് നിന്ന് നടക്കുക. തേങ്ങ വാ വെറുതെ ഇരിക്കില്ല, എപ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ വായിൽ ചവച്ചുകൊണ്ടേ ഇരിക്കണം. മനുഷ്യനാണ് വേറെ എന്തെങ്കിലും കുഞ്ഞാണോ സംശയം ഉണ്ടെങ്കിൽ? ആടല്ല, അല്ല പോത്തിന്റെ കഴുതിലൊക്കെ കുഞ്ഞാന്ന് തോന്നുന്നു. എപ്പോൾ ഭയങ്കര അയ ഇറക്കിക്കൊണ്ടിരിക്കണം.
എന്തിനൊക്കെ വായിലുണ്ടായി അയവിറക്കി കൊണ്ടിരിക്കണം. അതാണ് തേങ്ങയുടെ മെയിൻ പരിപാടി. അതിൻ്റെ ഭാഗമായിട്ട് കപ്പലണ്ടി എപ്പോഴും അയവിറക്കണത്. പക്ഷേ ഇപ്പോൾ കപ്പലണ്ടി ഇല്ലാത്തതുകൊണ്ട് മിച്ചർ എടുത്തുകൊണ്ട് നിൽക്കണം അയവിറക്കാണ്ടി. മധുരം മിച്ചറിൻ്റെ ആളാണ് കേസ്. എനിക്ക് ഇരുപത് മിച്ചർ ഇഷ്ടം, എനിക്ക് മധുരം മിച്ചർ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ശ്രുതി അത് വാങ്ങണത്. കാരണം ഞാൻ കഴിക്കില്ലല്ലോ ഈ മിച്ചർ, ഞാൻ കഴിക്കില്ല. അതുകൊണ്ട് ശ്രുതി അത് വാങ്ങും. അപ്പോൾ ഒരാൾ കഴിച്ചാൽ ശ്രുതിക്ക് മാത്രം സേഫായിട്ട് ഉപയോഗിക്കാമല്ലോ. ഞാൻ എന്തായാലും വാങ്ങി കഴിക്കൂലല്ലോ. അതിൻ്റെ പേരിൽ തേങ്ങ അത് എടുത്തുകൊണ്ടിരുന്നത്. ഞാൻ അങ്ങനെ കഴിക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ള സാധനം, എനിക്ക് ഇഷ്ടമൊന്നുമില്ല. പിന്നെ നിർബന്ധിച്ച് ഒരു കയ്യിൽ കുറച്ച് ഒരു ഭാഗം തരും. പക്ഷേ എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേറെ കാണാൻ പറയും. എങ്ങനെ തേങ്ങ തരാൻ ശ്രമിക്കും. അത് തന്നത് കൊടുക്കണമല്ലോ അല്ലെങ്കിൽ വയറിളകിയാലോ എന്ന് വിചാരിച്ച് തന്നെ കഴിക്കും. ഓ പിന്നെ സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മിച്ചറും വാങ്ങിച്ച് കഴിക്കണേക്കാണ്. വേണ്ട കഴിച്ചോ. പതുക്കെ താഴെ മെയിൻ റോഡ് എത്തി. ആ കാണുന്ന താഴെ റോഡാണ് മെയിൻ റോഡ്. നമ്മുടെ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് കുറച്ച് നമുക്ക് ഇരിക്കാം. അതിന് ശേഷമാണ് നമ്മൾ വീട്ടിലേക്ക് തിരിക്കുള്ളൂ. നമ്മൾ സമയം എത്രയായി? സമയം ഇപ്പോൾ തന്നെ 6:12 ഗൈസ്. അപ്പോൾ വീട്ടിൽ പോകുമ്പോൾ കുറേ ഇരുട്ടും. അതാണ് അറിയാം. ടോർച്ച് എടുത്തിട്ടുണ്ട്. എന്നാലും ചെരുപ്പ് കുടിച്ചിട്ട് വേണം പോകാനായിട്ട്. ടോർച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിൽ ആരും ഇല്ലാതിരിക്കട്ടെ. അങ്ങനെ കുറച്ച് ഇരിക്കാം. എന്താ ശ്രുതി? നമ്മൾ താഴെ ബസ് സ്റ്റോപ്പിൽ തറയും. ഇതുപോലത്തെ ഒരു കാർ പോലില്ലല്ലോ എനിക്കുന്ന ശ്രുതി പറയാറ് ഇടയ്ക്കിടയ്ക്ക്. ആരാണത്? ചെരുപ്പ് പൊട്ടിച്ചിട്ടുണ്ട്. എത്ര ദിവസം നിൽക്കുമെന്ന് അറിയാൻ പാടില്ല. എൻ്റെ നടത്തത്തിന് ചെരുപ്പ് മാക്സിമം പോയാൽ 2 ദിവസം നിന്നല്ലേ. എന്തായാലും നമുക്ക് പശകൾ കൂടുതൽ വാങ്ങി വെക്കേണ്ടിയിരിക്കുന്നു. പശകൾ വീണ്ടും കുറെ വാങ്ങി വെക്കേണ്ടിയിരിക്കുന്നു. ഒരു ശ്രുതി എന്റെ കയ്യിൽ ഫുൾ ഒഴിച്ചവള് ബോധില്ലാതെ പിടിച്ച് ഒറ്റടക്ക് പിതുക്കി കളഞ്ഞു. അങ്ങനെ എൻ്റെ കയ്യിലേക്ക് ഫുള്ളും വീണത്. എന്തായാലും നമ്മൾ പശ ഒരു 2-3 പാക്കറ്റ് കൂടി വാങ്ങി വെക്കേണ്ടിരും ഇടയ്ക്കിടയ്ക്ക് കുട്ടിക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് പോവും അല്ലേ. അപ്പോൾ ഗൈസ് ശ്രുതി രാത്രിത്തെ ഫുഡിന് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടായിരുന്ന സാമ്പാറും ബാക്കി ശ്രുതി ചൂടാക്കി സെറ്റാക്കുകയാണ്. അതപ്പോൾ നാളത്തേക്ക് ബാക്കി ഉണ്ടാവുമോ ശ്രുതി? ഉണ്ടാവോ? നാളത്തേക്ക് ബാക്കി വേണ്ടി രാവിലത്തേക്ക് മാത്രമായിട്ട് ബാക്കി ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ചൂടാക്കി സെറ്റാക്കി വെക്കുകയാണ്. ഇപ്പോൾ നമുക്ക് രാത്രിക്ക് ഇഡലിയാണ് ഉള്ളത്. ഇന്നലത്തെ തോരനുണ്ട്. അപ്പോൾ അതും കഴിച്ച് ചേർത്ത് കഴിക്കാനുള്ള പ്ലാനൊക്കെ ആയിരിക്കുന്നത്. അതെ. അപ്പോൾ തോരനോട് ചേർത്ത് കഴിക്കാന്ന് വെച്ചാൽ തോരന് വെറുതെ എടുത്തോണ്ടല്ലോ തീർക്കേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ ഫുഡ് ഉണ്ടാക്കി തീർക്കേണ്ട വെച്ചിട്ടാണ് നമ്മൾ ചമ്മന്തി ഇരിപ്പുണ്ട് അല്ലേ. ചീത്തേ തേങ്ങാ ചമ്മന്തി ചീത്തയായി ഗൈസ്. ചേർത്ത് കഴിക്കായിരുന്നു. ഞാൻ നോക്കട്ടെ എന്നാലും തേങ്ങാ ചമ്മന്തി എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ കഴിച്ചോട്ടെ. ഞാൻ ചെറിയ കിടക്കണം ഞാൻ കഴിച്ചോളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ചെറുതായിട്ട് ചടച്ച് പോങ്ങി കുഴപ്പമില്ല. പക്ഷെ ഞാൻ അത് കഴിക്കും, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇഷ്ടമാണ് ചമ്മന്തി. ഞാൻ പേപ്പർ ഒഴിക്കട്ടെ കട്ടിട്ട് ശ്രുതി ഭക്ഷണം കൊണ്ട് നോക്കട്ടെ കഴിക്കേണ്ടത് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാനായിട്ട്. അപ്പോൾ ശ്രുതി രാത്രിക്കുള്ള ഫുഡൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫുഡ് കഴിക്കാം. രാത്രിക്കുള്ള ഫുഡൊക്കെ ഞാൻ പേപ്പറൊക്കെ വെച്ച് സെറ്റാക്കുന്നുണ്ട് കട്ടിൽ. ഞാൻ കട്ടിൽ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് ഭക്ഷണം കഴിക്കാനുള്ള പ്ലാനാണ് രണ്ടാളും കൂടി. അപ്പോൾ നമ്മളത് ഫുഡ് കഴിക്കാൻ വേണ്ടി വെച്ചിരിക്കാനുണ്ട്. ഫുഡ് എടുത്തോളാം, ഫുഡ് കഴിക്കാം. അപ്പോൾ ഗ്ലാസ്സൊക്കെ കൊണ്ടുപോയി ശ്രുതി കട്ടനാക്കി ഇഞ്ചി ഇടുക. അപ്പോൾ നമുക്ക് രാത്രിത്തെ ഡിന്നർ കഴിക്കാം. സമയം ഏകദേശം 7:20 രാത്രിത്തെ ഡിന്നർ 8:30 കഴിക്കും. എന്ന് മേടിച്ച് കഴിച്ചാൽ പിന്നെ മാക്സിമം 10 മണി തുടങ്ങാൻ പറ്റും. അതുകൊണ്ടാണ് ഈ സമയത്ത് കഴിക്കുന്നത്. നമുക്ക് രാത്രി ഡിന്നർ കഴിക്കാം. അത്രയായി പോയി ഗൈസ്. നമ്മൾ റീലിലൊക്കെ ഫുഡ് കഴിക്കണൊക്കെ എടുത്തു. റീലൊക്കെ പോസ്റ്റ് ചെയ്യാണ്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ താമസിച്ച് പോസ്റ്റ് ചെയ്യും. പക്ഷേ ബ്ലോഗിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയി ഗൈസ്. നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചുള്ളൂ. ഇഡലിയാണ് നമ്മൾ രാത്രിത്തെ ഫുഡ്. നേരത്തെ എടുത്ത് കാണിച്ചു തന്നായിരുന്നു. അതാണ് നമ്മൾ രാത്രിത്തെ ഫുഡ്. ഇഡലിയും സാമ്പാറും പിന്നെ ഇന്നലെ ഉണ്ടായിരുന്ന തോരൻ കുറച്ച് സ്പ്രിംഗ് മീനിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്ത് കഴിച്ചു. പിന്നെ രാവിലെ ഉണ്ടാക്കിയ ചമ്മന്തി ചെറുതായിട്ട് പുളിച്ചു. പക്ഷേ അതിന് ഞാൻ കഴിച്ചു. എനിക്ക് ഇഷ്ടമുള്ള ചമ്മന്തി. എനിക്ക് ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ചമ്മന്തി പുളിച്ചാലും കുഴപ്പമില്ല വെച്ചാൽ അതും കൂടി ചേർത്ത് കഴിച്ചു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിരിപ്പാണ്. ഇനി മെഡിസിൻ കഴിക്കണം. മെഡിസിൻ കഴിച്ചിട്ടാണ് കിടന്നു നോക്കാണ്ട്. ശ്രുതി അവിടെ മൊബൈൽ വേറൊന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി തേങ്ങ എന്ത് ചെയ്യാണ്? തേങ്ങ സിനിമ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി കഴിച്ച് നമ്മളിത് ഗുളിക കഴിക്കാൻ വേണ്ടി പോവാണ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. ഗുളിക എനിക്ക് ശ്രുതി എടുത്തൊന്നും സാധാരണ ശ്രുതി അങ്ങനെ എടുത്തുതരാൻ വേണ്ടി മടിയാണെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ എടുത്തതാണ്. അപ്പോൾ നമ്മൾ രാത്രി ഇന്ന് ഗുളിക കഴിച്ചിട്ട് കിടക്കാൻ വേണ്ടി പോവാണ്. ഒരാഴ്ചത്തേക്ക് ഗുളിക എനിക്ക് വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരാഴ്ച സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. അപ്പോൾ ഇന്ന് നേരത്തെ ഉറങ്ങാൻ രാവിലെ നമുക്ക് നേരത്തെ എണീക്കണം.
രാവിലെ എണീറ്റിട്ടുണ്ട്. എനിക്ക് ഇന്ന് റബ്ബർ പാലിൻ്റെ പണി നാളെ ഉണ്ടാവും. ഇന്നുണ്ടായിരുന്നു, പക്ഷെ നാളെ ഉണ്ടാവും. അവരെല്ലാം ഇന്നലെയും വിട്ടിട്ടില്ല, മിഞ്ഞാന്നും വിട്ടില്ല. അപ്പോൾ നാളെ ഉറപ്പാടും വെട്ടും. അതുകൊണ്ട് നാളെ ജോലി ഉണ്ടാവും. അതുകൊണ്ട് എണീക്കണം. അവിടെ കൊണ്ട് നേരത്തെ കിടക്കണം. ഉറങ്ങി എണീറ്റില്ല ശരിയാവും. രാവിലെ ഉറക്കം കെട്ടിയിട്ട് ശരിയാവും, ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ അവിടെ കൊണ്ട് കിടക്കാൻ വേണ്ടി പോവാണ്. ഗുളിക കഴിക്കാൻ വേണ്ടി സുധി ഗുളിക എടുക്കുന്നുണ്ട്. എൻ്റെ ഗുളികയൊക്കെ സുധി മുന്നിൽ പുറക്കി എടുക്കുന്നുണ്ട്. എനിക്ക് ഈ ഗുളിക കഴിച്ചാൽ മാത്രം മതി ഉറക്കാൻ പറ്റുള്ളൂ. അതാണ് പ്രശ്നം. ഏത് അതിൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കൊടുക്കുന്ന വെച്ചത് മറ്റേ വെള്ള പേപ്പറിൽ പോയി വെച്ചത്. മറ്റേ ഗുളിയൊന്നും വേണ്ട. അത് ഏത് ഗുളിയാണ് എടുത്താ? കാരണം ഇന്ന് നമ്മൾ എൻ്റെ കൈ കൊണ്ട് കാണിക്കാൻ വേണ്ടി പോയിട്ട് ആൻറ്റിബയോട്ടിക് ചെയ്തായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിയായിരുന്നു. അത് എല്ലാം മെഡിസിൻ വാങ്ങിച്ചു ചോദിച്ചാൽ ഇല്ല. അതാണ് പ്രശ്നം. കിട്ടിയ കുറച്ച് പൈസ കഴിഞ്ഞൊക്കെ വാങ്ങിച്ചു. ബാക്കിയുള്ള പിന്നെ വാങ്ങാൻ വെച്ചു. എന്തായാലും ശ്രുതി എനിക്ക് ഇന്ന് ബാക്കിയുള്ള എൻ്റെ സ്ഥിരമായിട്ടുള്ള മെഡിസിൻസ് ഞാൻ ഒരാഴ്ച വാങ്ങിച്ചിട്ടുള്ളത്. അത് 5 വർഷമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗുളികയാണ്. ഇപ്പോൾ നിർത്തലാക്കാൻ പറ്റില്ല. ശ്രുതി സർജറി കഴിഞ്ഞ് 1 ഇയർ കഴിഞ്ഞിട്ട് മെഡിസിൻ എടുക്കാൻ പറ്റുള്ള ഡോക്ടർ പറഞ്ഞായിരുന്നു. നമുക്ക് എന്തായാലും നോക്കാം. അങ്ങനെ ദിവസമാഴ്ച താമസം നടക്കട്ടെ. ആർജിക്ക് ഞാൻ ആർജര മിഠായി കൊടുത്തിട്ടുണ്ട്, കഴിക്കട്ടെ. മിഠായി അടിപൊളിയല്ലേ? ആർജയ്ക്ക് പ്ലേറ്റിന്റെ കുറവുണ്ട് അല്ലേ? കൗണ്ടിന്റെ ഒക്കെ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. അതാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇന്ന് ഇവിടെ തീരുകയാണ്. നോർമൽ ഓഫ് ഡേ ആണ്, പക്ഷെ ഫുള്ളും ട്രാവലിംഗ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അധികം ലെങ്ത് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം അജയ്. ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതെ, ബെല്ലേക്ക് എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എനേബിൾ ചെയ്യുക. കാരണം സൺഡേ ലൈവ് വരുമ്പോൾ പലർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പരാതിയുണ്ട്. അപ്പോൾ അത് ഓൾ ബട്ടൺ എനേബിൾ ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ താമസമൊക്കെ അടുത്ത് വീഡിയോ കാണാം. ബൈ.